ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടാട്ടോ. പുട്ടിനുള്ള കടല ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പുട്ടിനുള്ള പൊടിയിലോട്ട് കുറച്ച് വെള്ളവും ഒക്കെ തെളിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനത്തെ രീതിയിലാട്ടോ പുട്ട് ഉണ്ടാക്കാറുള്ളത്. നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ പുട്ട്. കുറേ നാളായി ഞാനിങ്ങനെ ഇപ്പോൾ ഈ ഒരു ഫോളോ ചെയ്യുന്നത്, ഈ ഒരു റെസിപ്പി. ഞാൻ ആദ്യം തന്നെ ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഇട്ടിട്ട് തെളിച്ച് കൊടുക്കണം കേട്ടോ ഈ അരിപ്പടിയിലോട്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചോറ്, ഒരു 2-3 കയ്യിൽ ചോറ് എടുത്തിടുക. നമുക്ക് എത്ര പുട്ടുപൊടിയാണുള്ളത് അതിനൊരു അളവ് അനുസരിച്ച് നമുക്ക് ചോറിടാം കേട്ടോ. ഇപ്പം നാളത്തെ അല്ലേ, തലേ ദിവസത്തെ ചോറാണെങ്കിലും ഫ്രഷ് ചോറാണെങ്കിലും എന്താണെങ്കിലും വേണ്ടില്ല കേട്ടോ. ആ ചോറിട്ടിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് 2 അടി, അത് ബാക്കോട്ട് അടിക്കണം, ഫ്രണ്ടിലോട്ട് അടിക്കാൻ പാടില്ല. പിന്നെ അത് കട്ട പിടിച്ചത് പോകാണ്ടും സൂക്ഷിക്കണം കേട്ടോ. നല്ല സ്മൂത്തായിട്ടിരിക്കും കേട്ടോ ഈ പുട്ടുപൊടിൻ്റെ ആ ഒരു, നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ ഈ 1 മിനിറ്റിലുണ്ട് ഉണ്ടാക്കാം, വെള്ളം വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന അതിനെക്കാട്ടിയും ഒക്കെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ട് തന്നെയാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം ഞാൻ ചോറൊക്കെ ഇട്ട് പുട്ടടിച്ചിട്ടുണ്ട്. പിന്നെ അത് ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പുട്ടിൻ്റെ സാധനത്തിന് ആ ഒരു പിടിയില്ലാത്തതുകൊണ്ട് ഞാൻ തുണി വെച്ചിട്ടാണ് കേട്ടോ എടുത്ത് അപ്പുറത്തോട്ട് മറിച്ചിടുന്നത്. അങ്ങനെ പുട്ടൊക്കെ ഇവിടെ സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും കടലക്കറി ആട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പുട്ടിന് ഏറ്റവും നല്ല കോംബോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ തന്നെ പറയും കടലക്കറിയോ മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ കടലക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളത്തോടെ എടുത്തത്, കാരണം പുട്ട് കഴിക്കുമ്പോൾ ഒന്ന് കുറച്ച് ചാറ് വേണമല്ലോ. പിന്നെ നല്ല പാൽ ചായയും പുട്ടും എടുത്ത് ഞാനും കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്കൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. മീൻകറിൻ്റെ കൂടെ എന്ത് വേണമെങ്കിൽ കൂടെ നമുക്ക് കഴിക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കി കഴിയൂലേ, കുറേ വാട്ടി കുറേ ചൂടുവെള്ളം ഒഴിച്ച്, അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് പുട്ട് ഉണ്ടാക്കാം കേട്ടോ.